നമസ്തേ. ആറാമത് BBSന്റെ ഈ സ്റ്റേറ്റ് സമ്മേളനം 6 വർഷം മുമ്പേ നമ്മുടെ സീനിയർ പ്രചാരകനായിട്ടുള്ള എൻ്റെ ഗുരു കൂടെയായിട്ടുള്ള സേതുവിനും ഞങ്ങളെല്ലാം കൂടെ ദീപം തെളിയിച്ചത് ഇത്രയും വലുതായി ഇന്ന് ഈ വേദിയും സദസ്സും. ഞാൻ വേദിയും സദസ്സിനെ സെപ്പറേറ്റ് പറയുന്നില്ല, കാരണം ഞങ്ങളുടെ ഇപ്പം സംസാരിച്ച മാസ്റ്റർ നമ്മളുടെ എല്ലാം ഒരു പാഠപുസ്തകമാണ്, വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. ഇന്ന് ഈ BBSനെ ഇത്രയും ആൾക്കാരിൽ എത്തിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാം കൂടുന്നതിന് കാരണക്കാരായിട്ടുള്ള ഇവിടെ പ്രസിഡന്റ് സന്തോഷ് ചെയ്യുന്ന നമ്മുടെ സെക്രട്ടറി, നല്ലൊരു ട്രഷററും, ഇവരുടെയൊക്കെ പ്രവർത്തനം ഇന്നെന്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ബിസിനസ്സുകാരായിട്ടുള്ള വ്യവസായികളായിട്ടുള്ള മുതലാളികളായിട്ടുള്ള തൊഴിലാളികളിൽ, ഞാൻ മുതലാളിയായിട്ടുള്ള തൊഴിലാളി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരനാവണം ഏറ്റവും നല്ല തൊഴിലാളി. അങ്ങനെ ഒരു നല്ലൊരു തൊഴിലാളിയാണ് ഞാൻ. 16 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ മുംബൈയിൽ പോയിട്ട് ഹോട്ടൽ തൊഴിൽ ചെയ്ത് ഇന്നും അതിൻ്റെ ഒരു തൊഴിലാളിയായിട്ട് തന്നെയാണ് കേരളത്തിൽ വന്ന് പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങൾ ചെയ്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. ഇന്നലെ രാത്രി ഞാൻ സഞ്ചരിച്ചൂടെ എത്തിയതാണ്. പിന്നെ 2 വർഷം മുമ്പേ ഒരു പ്രസ്ഥാനത്തെ ഇവിടെ ഇരിക്കുന്ന വിനോദ്ജിയും കൂട്ടനും തൃശ്ശൂരിൽ വിളിച്ചൊരു കസേരയിൽ പിടിച്ചിരുത്തി നിങ്ങൾ ജനപ്രിയ MD-ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത്. ഇന്നലെ അതിന്റെ ബോർഡ് മീറ്റിങ്ങും സ്റ്റാഫുകളുടെ ഒരു ഫാമിലി മീറ്റിംഗുമായിട്ട് ഇന്നലത്തെ ബോർഡ് മീറ്റിംഗിൽ ജനം TV ബ്രേക്ക് ഈവനായി. ജനം TV ബ്രേക്ക് ഈവനായി. എൻ്റെ തൊഴിലാളികളായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ കുടുംബ സമേതം വിളിച്ച് ഇന്നലെ രാത്രി നല്ലൊരു ഫംഗ്ഷനും ഡിന്നറും കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയാണ് ഞാൻ ഇവിടെ കാലത്തെത്തിയത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ ടെലിവിഷൻ രംഗത്തൊന്നും പ്രവർത്തിച്ച വ്യക്തിയല്ല, പക്ഷെ എന്നെ വിശ്വാസമുള്ളത് കൊണ്ട് വിനോദി അവിടെ കൊണ്ട് എന്നെ ഏൽപ്പിച്ചു. പക്ഷെ ആ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യുവാൻ സാധിക്കും. ഇതൊരു മെസ്സേജാണ്. ആരും ബിസിനസ് പഠിച്ചല്ല വന്നു. ഞാനും എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ് അല്ല. എൻ്റെ അച്ഛൻ ഒരു ഡോക്യുമെന്റ് റൈറ്റർ, കൃഷിക്കാരനൊക്കെയാണ്. മുംബൈയിൽ പോയി തൊഴിൽ ചെയ്യുകയും ചെയ്തു. ആ തൊഴിലിലൂടെ എൻ്റെ തൊഴിൽ എന്താണെന്ന് മനസ്സിലാക്കി അതെൻ്റെ നാട്ടില് പ്രയോജനം വരുന്ന രീതിയിൽ മുംബൈയിൽ തന്നെ അത് തുടങ്ങി സാമ്പത്തികമായിട്ടൊക്കെ പൈസ സമ്പാദിച്ചതിന് ശേഷം ലക്ഷ്യം എൻ്റെ നാടാണ്. നാട്ടിൽ വാഗമനും കൊച്ചിയിലും ആലപ്പുഴയും കോവളമെല്ലാം എനിക്കറിയാവുന്ന തൊഴിൽ ബെസ്റ്റ് റിസോർട്ട് ചെയ്തു. ലോകത്തിനൊരു മെസ്സേജാണ്. ലോകത്തിലെ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കേരളമാണ്. പലരും നമ്മൾ ജനിച്ച ഈ മണ്ണിനെ നിരസിച്ച് വെളിനാട്ടിൽ അടിമകളായിട്ട് വെളിനാട്ടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ലാസ്റ്റിൽ അവർ ആട്ടി ഓട്ടിക്കുമ്പോൾ ഈ നാട്ടിൽ ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അറിയാവുന്ന തൊഴിൽ 26 വർഷമായിട്ട് തിരിച്ചെന്റെ നാട്ടിൽ വന്ന് ചെയ്യുന്നത്. ഇതെല്ലാം അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൂടെയാണ്. ആദ്യമായിട്ടൊക്കെ മുമ്പിൽ പോയി വന്നപ്പോൾ കരയുന്നതും അമ്മ കേട്ടതും എത്ര വർഷം എത്ര ദിവസം എന്നെ ഇതേപോലെ കരയിക്കും ഇപ്പോൾ കൊടുത്ത വാക്കാണ് ഞാൻ തിരിച്ചു വരും. ഇതേപോലെ കരയുവാൻ ഇനിയൊരു അമ്മയ്ക്ക് കഴിയാത്ത വിധത്തിൽ ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടത് നാട്ടിൽ തിരിച്ചു കൊടുക്കുന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്കൊരു നല്ല ലക്ഷ്യം വേണം. കോവളത്ത് ഫോറിനേഴ്സിനെ മാത്രം വെച്ച് ബിസിനസ് ചെയ്യുന്ന ആ സ്ഥലത്തെ ഡൊമസ്റ്റിക് ടൂറിസം കൊണ്ടുവന്ന് ഇന്ന് സിറ്റുവേഷൻ ഫോറിനേഴ്സ് വരാത്ത സമയത്ത് നാം ബിസിനസ്
കണ്ടിന്യൂസ് ചെയ്യാൻ കാരണം നമ്മളുടെ മനം മാറ്റമാണ്. നമ്മളുടെ ലക്ഷ്യം മുന്നിൽ കാണണം എന്നുള്ളതാണ്. ഒരു സമയം ജനം TV എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പബ്ലിസിറ്റി ഒന്നും തരില്ല. എന്റെ മാർക്കറ്റിംഗ് ആൾക്കാരെ ഞാൻ വിളിച്ച് പറയും, നിങ്ങൾ തലകുനിക്കാതെ നിവർന്ന് നിങ്ങൾ സംസാരിക്കണം. ഈ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ ചാനലാണ് ജനം. നിങ്ങൾക്ക് തരേണ്ടതിന്റെ ആവശ്യമാണ്, അല്ലാതെ നിങ്ങൾ സ്കോർ നോക്കിയല്ല നിങ്ങൾ പബ്ലിസിറ്റി തരേണ്ടത്. അതൊക്കെ മാറി. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു, ഞങ്ങളുടെ 3 MLA വന്നു. ഈ കോർപ്പറേഷൻ ജയിക്കാനൊക്കെ കാരണം നിങ്ങളുടെ ജനം ടിവിയുടെ പ്രവർത്തകർ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നില്ല. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് BVS എന്ന് പറഞ്ഞിട്ടുള്ളതും തുടങ്ങിയത്. സുദർശൻ ജയിക്കാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഞങ്ങളെ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഞാൻ കൊച്ചിയിൽ ഒരു ഹോട്ടലിലെടുത്ത് ലോട്ടസ് 8 എന്ന് പറഞ്ഞു. 5-6 മാസം മുമ്പെയാണ് അതിന്റെ രജിസ്ട്രേഷൻ ചെയ്തത്. 65 ഓണേഴ്സാണ്. 65 ഓണേഴ്സാണ്. അവര് കാനഡയിലും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയാണ്. എല്ലാം ക്രിസ്ത്യൻസാണ്. എല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ 65 ഡോക്യുമെന്റോ നടന്നു. ഒരാൾ അതിനകത്ത് എന്തെങ്കിലും പ്രസന്റ് ചെയ്തെങ്കിൽ അത് പ്രോബ്ലത്തിൽ പോകും. പക്ഷെ അവര് ഐക്യപ്പെട്ടാൽ അത് ചെയ്തു. നമ്മളിലും ഇങ്ങനെയുള്ള ബിസിനസ് നമ്മൾ ആലോചിക്കണം. ഒരാൾ കഴിവുള്ള ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രസ്ഥാനം ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഭാരതീയ വ്യവസായി സംഘ് അതിന്റെ രക്ഷാധികാരിയായി എങ്ങനെയാണോ ചിലരെല്ലാം ചില സ്ഥലങ്ങളിൽ പോയിട്ട് രാഷ്ട്രീയത്തിന്റെ ചീഫ് മിനിസ്റ്റർ പോലും സെലക്ട് ചെയ്യുന്ന അതേപോലെ ആവരുത്. അതേപോലെ ഞങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ BVSന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും കാര്യം അന്വേഷിച്ച് അതിനുള്ള സൊല്യൂഷൻ കാണുന്ന രീതിയിൽ ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ നമ്മളെ ഈ സംഘടന ഉണ്ടാക്കുമ്പോൾ സംഘടന കൊണ്ട് അതിന് ജനങ്ങൾക്ക് പ്രയോജനം വരണം. ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള ബിസിനസ് അതിനുള്ള ആനുകൂല്യം വരണം, നമ്മളെ ആൾക്കാരിൽ എത്തിക്കണം. അത് ഭാരതീയ സംഘത്തിന്റെ ഓഫീസ് ഇവരെല്ലാം എത്തിച്ച് അവരെ കൂടെ നിൽക്കണം. അതിലൂടെ നമുക്ക് സക്സസ് ആവാൻ സാധിക്കും. ഇത് നമ്മളെ നാടാണ്, നമുക്ക് അവകാശപ്പെട്ട മണ്ണാണ്. നാം ഇവിടെ ഭയം നല്ല ജീവിക്കേണ്ടത്, നാം തല ഉയർത്തി തന്നെയാണ് ജീവിക്കേണ്ടത്. കാലിക്കട്ടിൽ എഴുത്തച്ഛൻ ജനിച്ച ഈ നാട്ടിൽ അദ്ദേഹത്തിന് ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റാത്ത ഇവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എന്റെ സ്കൂൾ തുടങ്ങിയപ്പോൾ ആദ്യ ഇന്ത്യയിൽ എഴുത്തച്ഛന്റെ ശങ്കരാചാര്യയുടെ പ്രതിമയാണ് വെച്ചിട്ടുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള ഏരിയയിൽ ഗുരുദേവന്റെ അയ്യങ്കാളിയുടെ മന്നത്താചാര്യ എല്ലാവരുടെയും പ്രതിമകൾ സ്ഥാപിച്ചും അവരുടെ എല്ലാം സ്റ്റോറികൾ എഴുതി കുട്ടികൾ അവരുടെ എല്ലാം ജന്മദിനങ്ങളിൽ പോയി പുഷ്പാർച്ചന ചെയ്യാന്നുള്ളത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതിൽ 70% ക്രിസ്ത്യൻ സ്റ്റുഡൻസും അതേപോലെയാണ് അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ. നമ്മൾ ജാതി മതം പറഞ്ഞ് ഭയന്നല്ല നിൽക്കേണ്ടത്, അവർ നമ്മളെ കൂടെ വരണം, അവർ നമ്മളെ കൂടെ നിൽക്കേണ്ടതാണ്. അതാണ് ബിസിനസ്. ഭയക്കരുത്. ഭയം എന്നുള്ള കാര്യം ബിസിനസ്സിൽ വരുമ്പോൾ ഇല്ലാതിരിക്കണം. പലരുടെയും നെഗറ്റീവ് അഭിപ്രായം കേൾക്കാതിരിക്കുക. നമുക്ക് അറിയാവുന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നൊരു ഹോട്ടലിൽ താമസിച്ചു വന്നപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി കറങ്ങി, അവിടെയൊക്കെ എന്താണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് നെഗറ്റീവ്. അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇന്ന് വേൾഡ് അവാർഡ് മേടിക്കുന്ന ഹോട്ടൽ ഉണ്ടാക്കിയതെങ്കിൽ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നും പഠിച്ചതല്ല. ഞാനിപ്പോൾ പുതിയതായിട്ട് +2 കഴിഞ്ഞാൽ 100% ജോബ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് വിത്ത് ഡിഗ്രി ഏവിയേഷൻ കോഴ്സോട് കൂടി ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്റെ നാട്ടിലെ സായി കൃഷ്ണ സ്കൂളിനെ സ്കൂളായിട്ടല്ല, അതിനൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുവാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാണ്. 2028 സായി കൃഷ്ണ ഒരു യൂണിവേഴ്സിറ്റി, അത് വില്ലേജിലായിരിക്കും. വില്ലേജിന്റെ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നല്ലൊരു വില്ലേജ് ഡെവലപ്പ് ആയാൽ, വില്ലേജ് ഹെൽത്തി ആയാൽ കേരളം ഹെൽത്തി ആവും, കേരളം ഹെൽത്തി ആയാൽ ഭാരതം ഹെൽത്തി ആവും. അങ്ങനെ നമ്മളുടെ എല്ലാം ലക്ഷ്യം യാഥാർത്ഥ്യമാവും. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് സോഴ്സ് വേണം. നാം നമ്മളുടെ അടിമകളായിട്ട് പോയിട്ട് ജോലിയല്ല ചെയ്യേണ്ടത്. ഞാനൊരു തൊഴിലാളി ആയിരുന്നതാണ് മാർവാടിയെടുത്ത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, മാർവാടി പോകുമ്പോൾ മക്കളോട് പറയുന്നത് എന്നോട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ വെളിയിൽ പോവുകയാണ്, 5 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ ഞാനാണ് അത് നടത്തുന്നുള്ള എനിക്ക് മനസ്സിലായി, എനിക്കറിയാം.
പക്ഷെ ഞാൻ അവിടെ കൂടുതൽ ശമ്പളത്തിനല്ല നിൽക്കേണ്ടത്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പോയി സ്വന്തമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് മാറ്റാൻ സാധിച്ചത്. ഇന്നത്തെ വലിയ വലിയ ബിസിനസ്സുകാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ആരെന്ന് നോക്കിയാൽ നിസ്സംശയം പറയാൻ പറ്റും, എല്ലാം നമ്മളുടെ ആൾക്കാരാണ്. എല്ലാം നമ്മളുടെ അവരുടെ കഴിവെല്ലാം വേറെ ആൾക്കാർക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവർ മുതലാളികളായിട്ട് നമുക്കെതിരെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങളുടെ ഈ പരിവാർ സംഘടന, ഞങ്ങളുടേതായിട്ടുള്ള മാതൃസംഘടന, എന്നെ ഞാനിന്ന് വളരുന്ന 3 അക്ഷരമുള്ള RSS എന്നുള്ള സംഘടന സ്വയംസേവനായിരുന്നത് മാത്രമാണ് ഞാൻ ഇന്നത്തെ ആരും കയറ്റാതെ കേരളത്തിൽ ഇത്തിരി സ്ഥാപനങ്ങൾ ചെയ്യുവാനും എനിക്ക് സാധിച്ചത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വികാരം എന്ന് പറയുന്നത്, എനിക്ക് ഒരു സപ്പോർട്ടില്ലാതെ ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്ന് അതിനുള്ള സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ് ശൃംഖലയാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്ന് പറയുന്നത്. സമയത്തിന്റെ കുറവുകളായിരിക്കാം. ഒരു മകനെ അച്ഛൻ നല്ലതായിട്ടൊക്കെ പഠിപ്പിച്ചു. നല്ല ആരോഗ്യവാനായതിനു ശേഷം അച്ഛൻ തോളത്ത് കൈവച്ചിട്ട് മോനോട് കേട്ടു, മോനെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന്. ആ മകൻ പറഞ്ഞു, അച്ഛാ, ഞാനാണ് ആ ശക്തിമാൻ. അത് കേട്ട് അച്ഛൻ വിശ്വാസമില്ലാതെ മുന്നിൽ നിന്ന് അച്ഛനൊന്ന് മോനെ നോക്കി, മോൻ ഇത്രയും വലിയ ശക്തിമാനാണോ? എനിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് കേട്ടു, മോനെ, ഏറ്റവും ശക്തി കുറഞ്ഞ മനുഷ്യനാരാണ്? അപ്പോൾ മകൻ പറഞ്ഞു, അതും ഞാനാണ്. അതെങ്ങനെയാണ് ഈ രണ്ടും നീ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, അച്ഛൻ ശക്തിമാൻ ആരാണെന്ന് കേട്ടപ്പോൾ അച്ഛന്റെ കൈ എന്റെ തോളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ആ ശക്തിമാൻ. പക്ഷെ അച്ഛൻ ഇപ്പോൾ ദൂരം നിന്നിട്ടാണ് എന്നോട് കേൾക്കുന്നത്. എന്റെ ശക്തി അച്ഛനില്ലാതെ ഞാൻ ശക്തിമാനല്ല. അതേപോലെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ കൈ ഞങ്ങളുടെ തോളിലുള്ളപ്പോൾ നമുക്ക് സംശയം പറയാൻ സാധിക്കും, നമ്മളാണ് ഏറ്റവും നല്ല ബിസിനസ്മാൻ. അതിന്റെ സക്സസിന് എല്ലാത്തിനും കാരണം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ഈ മാർഗനിർദ്ദേശം, ഞങ്ങളുടെ കൂട്ടായ്മ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സംഘത്തിന്റെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കണം. ഞങ്ങളായിരിക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ ധനവാൻ. പൈസ കൊണ്ടല്ല, മനസ്സുകൊണ്ടുമാവണം. ആ മനസ്സെന്ന് പറയുന്നത് തൊഴിലാളികളെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കണം. ഞാൻ ഇന്നലെ ജനം ടിവിയുടെ ആഘോഷം എന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റാഫിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് കാണിച്ചു കൊടുത്തതും ചെയ്തത്. എന്റെ ഹോട്ടൽ 5 സ്റ്റാർ ആയപ്പോൾ ആദ്യത്തെ ഹോട്ടൽ ഞാൻ എന്റെ ഹോട്ടൽ ചെയ്തത് തൊഴിലാളികളെ എല്ലാവരെയും, അവരുടെ അമ്മൂമ്മ അപ്പൂപ്പനെ കുടുംബസമേതം 1 മാസം കൊണ്ടുവന്ന് ഹോട്ടലിൽ ഫ്രീ ആയിട്ട് താമസിപ്പിച്ചു. അവർക്ക് മനസ്സിലാക്കി അവരുടെ കുടുംബത്തിന്റെ ഈ 5 സ്റ്റാർ ഹോട്ടലിന്റെ സർവീസ് എന്താണ് 5 സ്റ്റാർ. അതിനുശേഷമാണ് കസ്റ്റമറിന് കൊടുത്തതൊക്കെ. ഇന്നും ചില സ്റ്റാഫിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ, അപ്പൂമ്മമാരാണെങ്കിൽ, സാറിന്റെ ഹോട്ടലിൽ വന്ന് ഞാൻ താമസിച്ചു, ഞാൻ അവിടുത്തെ ആഹാരം കഴിച്ചു, അതിനൊരു നന്ദിയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളെ കൂടെ പ്രവർത്തിക്കേണ്ടവരാണ്, നമ്മളെ കൂടെ നിൽക്കേണ്ട അവരാണ് നമ്മളെ ശക്തി. നമ്മൾ ഒരിക്കലും നമ്മളൊരു മാതൃക ബിസിനസ്മാനായിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അത് കാണിച്ചു കൊടുക്കും. കാരണം നമ്മളുടെ പിന്നിൽ നിന്ന് നമ്മളെ മാർഗനിർദ്ദേശം തന്നത്, നമ്മളെ പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം സംഘത്തിൽ നിന്നായതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.